നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ഏരൂരിൽ മോഷണ ശ്രമത്തിനിടെ 5-അംഗ കവർച്ചാ സംഘം അറസ്റ്റിൽ. പിടിയിലായ കവർച്ചാ സംഘത്തലവനെ കടയ്ക്കലിലെ മോഷണം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. പത്തനാപുരം പട്ടണത്തിലെ ഭക്ഷണശാലകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഭൂരിഭാഗം സ്ഥാപനങ്ങളും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പരിശോധക സംഘം. മാനേജ്മെന്റിന്റെ ദ്രോഹ നടപടികളിൽ പ്രതിഷേധം. KCB വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ പുനലൂർ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. മോഷണം പതിവാക്കിയ 5-അംഗ സംഘത്തെ ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏരൂർ പുഞ്ചിരിമുക്കിന് സമീപം മോഷണ ശ്രമത്തിനിടെയാണ് പ്രതികൾ പിടിയിലായത്. കവർച്ചാ സംഘത്തലവൻ ചിതറ പുതുശ്ശേരി സ്വദേശി ചന്തു എന്ന് വിളിക്കുന്ന ലിനു, കടയ്ക്കൽ സ്വദേശി അഭിലാഷ്, മഹേഷ്, അപ്പുണ്ണി എന്നറിയപ്പെടുന്ന അഖിൽ, സാജൻ എന്നിവരാണ് പിടിയിലായത്. ഏരൂർ പുഞ്ചിരിമുക്കിന് സമീപം മോഷണ ശ്രമത്തിനിടെയാണ് സംഘം പിടിയിലാകുന്നത്. കടയ്ക്കൽ, പാങ്ങോട്, അഞ്ചൽ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുകളുണ്ട്. 1 മാസത്തിനു മുൻപ് കടയ്ക്കൽ മുതയിൽ പ്രദേശത്ത് മോഷണം നടത്തിയത് ഇവരാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും 8 പവൻ സ്വർണവും മൊബൈൽ ഫോണും പണവും കവർന്നിരുന്നു. വാഴവേലി കോണത്തെ മറ്റൊരു വീട്ടിൽ നിന്നും പണവും സ്വർണവും കവർന്നിട്ടുണ്ട്. കൊട്ടാരക്കര പുനലൂർ ഡിവൈഎസ്പിമാർ, അഞ്ചൽ CI PV രമേശ് കുമാർ, ഏരൂർ SI K ഷിജി, അഞ്ചൽ SI, ഷാഡോ പോലീസ് ഓഫീസർമാരായ ഷാജഹാൻ, ജഹാംഗീർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഏരൂർ പോലീസിന്റെ പിടിയിലായ കവർച്ചാ സംഘത്തലവനെ കടയ്ക്കൽ മുതയിലെ മോഷണം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. കവർച്ചാ സംഘത്തലവൻ ചിതറ പുതുശ്ശേരി സ്വദേശി ചന്തു എന്നറിയപ്പെടുന്ന ലിനുവിനെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. മുതയിൽ തേരിക്കടയിലെ തുളസിയുടെ വീട്ടിൽ നിന്നും സംഘം 8 പവനും മൊബൈൽ ഫോണും പണവും കവർന്നിരുന്നു. ഇവിടെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. 2 പേരാണ് ഇവിടെ മോഷണം നടത്തിയത്. വീടിന്റെ പിൻവശത്തെ ഓടിളക്കി അകത്ത് കടന്നായിരുന്നു മോഷണം. ഇതിന് സമീപത്തെ മറ്റൊരു വീട്ടിൽ നിന്നും പണം കവർന്ന ശേഷം സംഘം രക്ഷപ്പെടുകയായിരുന്നു. ഏരൂർ SI K ഷിജി, ഷാഡോ പോലീസ് ഓഫീസർമാരായ ജഹാംഗീർ, ഷാജഹാൻ എന്നിവരാണ് പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. പ്രദേശത്തെ മറ്റു ചില മോഷണ ശ്രമങ്ങളിലും ഇവർക്ക് പങ്കുള്ളതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരം പട്ടണത്തിലെ ഭക്ഷണശാലകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. പഴകിയ ഭക്ഷണവസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഭൂരിഭാഗം സ്ഥാപനങ്ങളും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പരിശോധക സംഘം കണ്ടെത്തി. പത്തനാപുരം ടൌണിലെ മിക്ക ബേക്കറികളും ഭക്ഷണശാലകളും വൃത്തിഹീനമായ അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മിന്നൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദിവസങ്ങൾ പഴക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും പഴകിയ ഇറച്ചിയും മീനുമെല്ലാം പല ഹോട്ടലുകളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. പുഴുവരിച്ച അച്ചാർ, ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന പഴക്കം ചെന്ന ഇറച്ചി, മീൻ, വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിച്ച ആഹാര വസ്തുക്കൾ തുടങ്ങിയവ ഉദ്യോഗസ്ഥരിൽ പോലും അറപ്പുളവാക്കുന്നതായിരുന്നു. ചില കടകളിലും ബേക്കറികളിലും ജ്യൂസ് ഉണ്ടാക്കാൻ കരുതിയിരുന്ന പഴങ്ങളിൽ പലതും പഴക്കം ചെന്നതായിരുന്നു. പഴുത്തു ചീഞ്ഞ മാങ്ങയും മുന്തിരിയും ഓറഞ്ചുമെല്ലാം ഉപയോഗിച്ചാണ് മിക്ക സ്ഥാപനങ്ങളിലും ജ്യൂസ് ഉണ്ടാക്കിയിരുന്നത്. പത്തനാപുരം CHCയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മിന്നൽ പരിശോധന നടത്തിയത്. മിക്ക ഹോട്ടലുകളുടെയും അടുക്കള ഭാഗവും ചുറ്റുപാടും മാലിന്യവും ദുർഗന്ധവും കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേരളം മൊത്തം നടക്കുന്നുണ്ട്. അതിന്റെ റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും ബേക്കറിയും എവിടെയൊക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം മറന്നു കയറി അവിടുത്തെ ശുചിത്വത്തിന്റെ ആ ഒരു നിലവാരം നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. ശുചിത്വം പാലിക്കാത്ത സ്ഥലങ്ങളിലെല്ലാം നോട്ടീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS വൃന്ദ, ഹെൽത്ത് സൂപ്പർവൈസർ AT തോമസ്, HI ശ്രീലത, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കൃഷ്ണരാജൻ, പൌർണമി, തങ്കമണി, റോസമ്മ, ജാസ്മിൻ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ പുനലൂർ ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. KCB മാനേജ്മെന്റ് ജീവനക്കാരോട് കാണിക്കുന്ന ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, പൊതു സ്ഥലം മാറ്റ ഉത്തരവ് നടപ്പിലാക്കുക, സ്ഥലം മാറ്റം ഓൺലൈൻ വഴിയാക്കുക, നിയമനങ്ങളും പ്രൊമോഷനുകളും നടത്തി ഒഴിവുകൾ നികത്തുക, മസ്ദൂർ പ്രൊമോഷനും നിയമനവും ഉടൻ നടപ്പാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സംസ്ഥാന കമ്മിറ്റി അംഗം NR റാണി ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രൊമോഷൻ നടത്തുന്നില്ല, പ്രൊമോഷൻ നടത്തിയാൽ കിട്ടിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൊണ്ടുണ്ട്, സുരക്ഷ. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കൊട്ടാരക്കരയിൽ പുത്തൂരിൽ ബാബുരാജ് എന്ന് പറയുന്ന, നമ്മുടെ പത്തനാപുരത്ത് ജോലി ചെയ്തിരുന്ന ബാബുരാജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ചത്. കുറേ കാലങ്ങളായി നമ്മുടെ കൊട്ടാരക്കര സർക്കിളിൽ പുനലൂരും കൊട്ടാരക്കരയുമാണ് ഇത്തരത്തിലുള്ള അപകട മരണങ്ങൾ കുറവുണ്ടായിരുന്നത്. ബാബുരാജൻ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിസിറ്റി വർക്കർ മരിച്ചു. അതിന്റെ അന്വേഷണം കാര്യങ്ങളെല്ലാം നടന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഈ കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ എടുത്തിട്ടുള്ള മരണത്തിന്റെ നിരക്ക് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ശരാശരി 12-16 പേർ ഒരു വർഷം മരിക്കുമായിരുന്നത് ഇപ്പോ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരനും കരാർ തൊഴിലാളികളടക്കം ഏതാണ്ട് 42-നും 48-നുമാണ് ഒരു വർഷത്തെ
ശരാശരി മരണം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ലൈനിൽ ജോലി ചെയ്യുന്നവരുടെ അപകട നിരക്ക് കൂടുകയാണെന്നും ഇത് ഈ മേഖലയെ തകർക്കുന്നതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുനലൂർ ഡിവിഷൻ പ്രസിഡന്റ് ആർ ബാബു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഡിവിഷൻ സെക്രട്ടറി നൂറുദ്ദീൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ചന്ദ്രലാൽ, ഷീബ ബീഗം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ട് CPM സംഘടിപ്പിക്കുന്ന റിലേ സത്യാഗ്രഹം 7 നാൾ പിന്നിട്ടു. 8ാം ദിവസത്തെ പ്രതിഷേധ യോഗം CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് RB രാജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ പീഡന കേസിൽ ഉൾപ്പെട്ടിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിനെപ്പറ്റി കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ട് അഭിപ്രായം പറയുന്നില്ലെന്നും പ്രസിഡന്റിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും രാജീവ് കുമാർ ആവശ്യപ്പെട്ടു. ഏനാദിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുന്നതുവരെ ഈ സമരം തുടർന്നു കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടില്ല. ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ത്രീ പീഡന കേസിൽ പ്രതിയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ആ പഞ്ചായത്തിന്റെ സ്ത്രീ ജാഗ്രതാ സമിതി അടക്കം ഈ പഞ്ചായത്തിന്റെ സമൂഹത്തിൽ സ്ത്രീകളെ സംരക്ഷിക്കപ്പെടേണ്ട ഒട്ടനവധി കമ്മിറ്റികൾക്ക് നേതൃത്വം കൊടുക്കേണ്ട വ്യക്തിയാണ്. ഇത് ധാർമ്മികമായ ഉത്തരവാദിത്വം പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇതിന് മറുപടി പറയണം. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ചാണ് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ. കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയോ ബ്ലോക്ക് കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ കഴിഞ്ഞ 2 മാസക്കാലമായി ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറഞ്ഞിട്ടില്ല. ആരോപണ വിധേയനായ പ്രസിഡന്റ് ഭരണത്തിന്റെ തുടക്കത്തിൽ നാളികേരമുടച്ച് പുണ്യാഹം തളിച്ചത് സാംസ്കാരിക കേരളത്തെ അപമാനിച്ച സംഭവമാണെന്നും നാടിന് അപമാനകരമായ പ്രവർത്തികൾ നടത്തുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇനിയും ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും അഡ്വക്കേറ്റ് രാജീവ് കുമാർ പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി അംഗം ഉത്തമൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഈ പഞ്ചായത്തിലെ വനിതകളുടെ കുടുംബശ്രീ അംഗങ്ങളുടെ ചെയർപേഴ്സണാണ് ഈ പീഡനത്തിനിരയായ പെൺകുട്ടി എന്ന് പറയുന്നത്. ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാനുണ്ടായ സാഹചര്യം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ സജി ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നതുകൊണ്ടാണ് ആ പദവി ഉപയോഗിച്ചുകൊണ്ട് ഈ പീഡനത്തിന് ഇരയാക്കിയിട്ടുള്ളത്. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം നൽകുകയും പീഡനത്തിന് വിധേയമാക്കുകയും അവസാനം മറ്റൊരാളെ വിവാഹം കഴിച്ച സാഹചര്യത്തിലാണ് ആ പാവപ്പെട്ട പെൺകുട്ടി അടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. CPM ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ K മോഹൻകുമാർ, ഏരിയ കമ്മിറ്റി അംഗം GS ഉണ്ണിത്താൻ, K ചന്ദ്രഭാനു, രാജഗോപാലൻ നായർ, MK വാമനൻ, K ഭാനുദേവൻ, ബിജുകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭയുടെ കലയനാട്ടെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അറ്റകുറ്റപ്പണികൾ മഴയെ തുടർന്ന് നിലച്ചു. ഇതോടെ കുന്നുകൂടിയ മാലിന്യം കുഴികുത്തി മൂടാനുള്ള ശ്രമങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. 4 കോടിയോളം രൂപ ചെലവഴിച്ച് നഗരസഭ കലയനാട് നിർമ്മിച്ച മാലിന്യ സംസ്കരണ പ്ലാന്റ് മാസങ്ങളായി പ്രവർത്തനരഹിതമാണ്. അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്നാണ് പ്ലാന്റിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായതെന്ന ആക്ഷേപം ഉയർന്നതിനിടെയാണ് പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിക്കുന്ന മാലിന്യം തരംതിരിച്ച് സംസ്കരിക്കുകയായിരുന്നു പദ്ധതി. കൂടാതെ ജൈവവളം ഉൽപ്പാദിപ്പിക്കാനും പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഇവിടെ ജീവനക്കാരെ നിയമിക്കേണ്ടത് സർക്കാരാണ്. പ്രതിദിനം 180 രൂപയാണ് വേതനം അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വേതനത്തിന് ജീവനക്കാരെ ലഭിക്കാതെ വന്നതും പ്ലാന്റിന്റെ പ്രവർത്തനം താളം തെറ്റിച്ചു. പ്രവർത്തനം നിലച്ചതോടെ ഇവിടെ എത്തിക്കുന്ന മാലിന്യം തുറസായ സ്ഥലത്ത് കൂട്ടിയിടാൻ തുടങ്ങി. ഇത് കൂടിക്കിടന്ന് പുഴുവരിച്ച് ദുർഗന്ധമുയർന്നതോടെ പ്രതിഷേധങ്ങളും ശക്തമായി. നാട്ടുകാരുടെ സമരത്തെ തുടർന്ന് പ്ലാന്റ് അടച്ചുപൂട്ടി. മാലിന്യ സംസ്കരണം കീറാമുട്ടിയായി തുടരുമ്പോൾ കൂടിക്കിടന്ന് ദുർഗന്ധം പരത്തുന്ന മാലിന്യം JCB ഉപയോഗിച്ച് കുഴികുത്തി മൂടാൻ നഗരസഭ തീരുമാനിച്ചിരുന്നു. മഴ തടസ്സമായതിനാൽ ഈ പ്രവർത്തനവും തുടരാൻ കഴിയുന്നില്ല. സംസ്കരണ പ്ലാന്റിലും നഗരസഭാ പ്രദേശത്തും ഇപ്പോൾ മാലിന്യം കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. ദുർഗന്ധത്തിന് പുറമെ പകർച്ചവ്യാധി ഭീഷണിക്കും ഇത് കാരണമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കർക്കടകം പിറന്നതോടെ ഹൈന്ദവ ഭവനങ്ങളും ക്ഷേത്രങ്ങളും രാമനാമ ജപ കീർത്തനങ്ങളാൽ സജീവമായി. ക്ഷേത്രങ്ങളിൽ വിപുലമായ ചടങ്ങുകളോടെയാണ് രാമായണ മാസാചരണം. ഉറഞ്ഞുതുള്ളി പെയ്യുന്ന മഴയുടെ കെടുതികളിൽ നിന്നും രക്ഷ നേടാൻ എരിയുന്ന നിലവിളക്കിനു മുന്നിൽ മനസ്സ് ശ്രീരാമഭഗവാനിൽ അർപ്പിച്ചുള്ള രാമായണ പാരായണ ദിനങ്ങളാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലുമെല്ലാം. അവനവന്റെ കുടുംബത്തോടും രാജ്യത്തോടും ഓരോ വ്യക്തിയും നിർവഹിക്കേണ്ട കടമകളും ചുമതലകളും ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ നിർവഹിച്ച് പൂർണ്ണ നേടേണ്ടത് എങ്ങനെയെന്ന് രാമായണമെന്ന ഇതിഹാസകാവ്യം പഠിപ്പിക്കുന്നു. രാമായണത്തിലൂടെ ശ്രീരാമചന്ദ്രസ്വാമി നൽകുന്ന മാർഗദർശനം ഒരു കാലത്തും നാശമില്ലാത്തതാണ്. സമൂഹത്തിൽ അധർമ്മത്തെ ത്യജിച്ച് ധർമ്മത്തെ പരീക്ഷിക്കപ്പെടാൻ ശ്രീരാമന്റെ അയനം പഠിപ്പിക്കുന്നു. മാതൃപുത്ര
പുത്രസ്നേഹം, ഭാര്യ-ഭർത്തൃബന്ധം, സഹോദര സ്നേഹം എന്നിവയെല്ലാം കഥാസന്ദർഭത്തിലൂടെ രാമായണം പഠിപ്പിക്കുന്നു. ഭരണാധികാരിയുടെ കർത്തവ്യബോധവും പ്രജകളോടുള്ള വാത്സല്യവും അധികാരത്തോടുള്ള വിരക്തിയുമെല്ലാം രാമായണം പഠിപ്പിക്കുന്നു. രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിച്ച് രാമായണം തൊട്ടുവന്നിച്ച് വായന തുടങ്ങുന്നു. കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണമെന്നാണ് സങ്കല്പം. ചിലപ്പോൾ രാമായണത്തിന്റെ അനുബന്ധ ഭാഗമായ ഉത്തരരാമായണവും ചിലർ വായിക്കാറുണ്ട്. രാമൻ എക്കാലത്തെയും മാനുഷിക ധർമ്മത്തിന്റെ പ്രതീകമാണ്. സത്യത്തിലും അടിയുറച്ച ധർമ്മത്തിലും അധിഷ്ഠിതമായ ജീവിതമാണ് മാനുഷിക വികാരങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന മനുഷ്യനായ രാമൻ ആവിഷ്കരിക്കുന്നത്. ആധ്യാത്മികവും സാംസ്കാരികവും കലാപരവുമായ എക്കാലത്തെയും സ്രോതസ്സാണ് രാമായണം. കർക്കിടകത്തിലെ ഓരോ ദിനങ്ങളിലും ഭക്തി ജ്വലിപ്പിക്കാൻ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും സജീവമാണ്. കർക്കിടക മാസത്തോടനുബന്ധിച്ച് കോട്ടവട്ടം ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ വിപുലമായ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാമായണ പാരായണം, രാമകഥാ പ്രഭാഷണം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. അഖില കേരള പുരാണ പാരായണ കലാസംഘടനയുടെയും സനാതനധർമ്മ സംരക്ഷണ സമിതിയുടെയും സംയുക്ത നേതൃത്വത്തിൽ രാമായണ പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ പുനലൂർ പുതിയടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സന്ദേശയാത്ര തുടങ്ങുമെന്ന് മാത്ര സുന്ദരേശൻ അറിയിച്ചു. വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് രാമായണ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇങ്ങനൊരു യാത്ര സംഘാടകർ സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച ജൂലൈ മാസം 19 കർക്കിടകം 3 ശനിയാഴ്ച രാവിലെ 7:30 പുനലൂർ പുതിയടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും സനാതനധർമ്മ സംരക്ഷണ സമിതി പ്രസിഡന്റ് അശോക് ബി വിക്രമൻ ഉദ്ഘാടനം ചെയ്ത് തിരിക്കുന്ന യാത്ര വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് മുളന്തറം മുത്താരമ്മൻകോവില്, നരിക്കൽ മൂത്തച്ചായൂർകാവ്, വെഞ്ചേമ്പ് ശിവവിഷ്ണു ക്ഷേത്രങ്ങൾ, മാത്ര ആയുർവല്യ ക്ഷേത്രം, വല്ലാറ്റുടൻകാവ് ദേവി ക്ഷേത്രം, കരവൾ പീഡിക ഭഗവതി ക്ഷേത്രം, കരവൾ പടിഞ്ഞാറ്റങ്കര ക്ഷേത്രം തുടങ്ങി വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ചടയമംഗലം ജടായു പാറയിലെത്തി അവിടെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പദയാത്രയായി സഞ്ചരിച്ച് ജടായുപാറയിലെത്തി രാമായണ നാമ അർച്ചനയോടുകൂടി ഈ സന്ദേശ പ്രചരണ യാത്ര സമാപിക്കുകയാണ്. ഈ യാത്രയിൽ ലഘുലേഖ വിതരണം, വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളുടെ പ്രഭാഷണങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. ഈ യാത്രയിൽ വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ രാജാമണി, കുളക്കട വിശ്വമോഹൻ, കിളിക്കൊല്ലൂർ രംഗനാഥ്, സുബ്രഹ്മണ്യപിള്ള, മാത്ര സുന്ദരേശൻ, അതുപോലെ ജയ നരിക്കൽ, ശംഭു വിളക്കുടി തുടങ്ങി വിവിധ വ്യക്തികൾ സംസാരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. എസ്എഫ്ഐയുടെ സംസ്ഥാനതല പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. അപഹരിക്കപ്പെടുന്ന അക്ഷരങ്ങൾ വീണ്ടെടുക്കാൻ മതനിരപേക്ഷ ജനാധിപത്യ ക്യാമ്പസിനായി കൈകോർക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത്. എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ഷിജു ഖാൻ നയിക്കുന്ന ജാഥയ്ക്ക് പുനലൂരിൽ പ്രവർത്തകർ വമ്പിച്ച സ്വീകരണം നൽകി. ബുധനാഴ്ച തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച ജാഥ സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ എംഎൽഎ ആണ് ഉദ്ഘാടനം ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ട് 3 പുനലൂരിലെത്തിയ ജാഥയ്ക്ക് ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് സ്വീകരണം ഏർപ്പെടുത്തിയത്. തുടർന്ന് നടന്ന യോഗത്തിൽ എസ്എഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അരുൺ ദേവ് അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ ഷിജു ഖാൻ സന്ദേശം നൽകി. അതുകൊണ്ട് സ്വാശ്രയ കച്ചവടക്കാർക്ക് വിറ്റുവിക്കുന്നത് മന്ത്രിക്ക് എത്ര കിട്ടി എന്നറിഞ്ഞാൽ മതി. കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് അന്ന് പറ്റുന്നത്
മെഡിക്കൽ വിദ്യാഭ്യാസത്തെ കച്ചവടം ചെയ്തിരിക്കുന്നു. അങ്ങനെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം മാത്രമല്ല, എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗം, ആ മേഖലയിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കുന്നു. എഞ്ചിനീയർമാരെന്ന് പറഞ്ഞാൽ സാങ്കേതിക വൈദഗ്ധ്യം പ്രാരംഭ്യം ഉള്ളവരായിരിക്കണം. ആ മേഖലയിൽ പഠിക്കാൻ പോകുന്ന ആളുകൾ മാത്തമാറ്റിക്സ് ഉൾപ്പെടെ ഫിസിക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നല്ല ധാരണയുള്ളവരായിരിക്കണം. ഈ അച്ഛന്റെ പോക്കറ്റിന്റെയും അമ്മയുടെ പേഴ്സിന്റെയും കണക്കിനനുസരിച്ച് പ്ലസ് ടുവിന്റെ ഫിസിക്സിനും മാത്തമാറ്റിക്സിനും തോറ്റുപോയാലും എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന സ്ഥിതിയിലേക്ക് ഈ ഗവൺമെന്റ് കൊണ്ടുപോവുകയാണ്. SFI കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് സ്വാഗതം പറഞ്ഞു. ലൈബ്രറിക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ ചടങ്ങിൽ വെച്ച് അഞ്ചൽ ഏരിയ സെക്രട്ടറി റിയാസ് കൈമാറി. SFI കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ചിന്ത ജെറോം, ധന്യ വിജയൻ, SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ സബീഷ്, കേന്ദ്ര കമ്മിറ്റി അംഗം ബാലമുരളി തുടങ്ങിയവരാണ് ജാഥ നയിക്കുന്നത്. വിവിധ നഗരങ്ങളിലെ പര്യടനത്തിന് ശേഷം ജാഥ 31-ന് തൃശൂരിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കായി തലവൂർ ഗ്രാമപഞ്ചായത്തിൽ ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. നോർക്ക റൂട്ട്സിന്റെയും പ്രവാസികാര്യ വകുപ്പിന്റെയും സംയുക്ത നേതൃത്വത്തിലായിരുന്നു പരിശീലനം. തലവൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന ക്ലാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ജീവിതത്തിന് ആവശ്യമായ അറിവ് ആധുനിക സമൂഹത്തിൽ അനിവാര്യമാണെന്ന് ശ്രീലേഖ രാജീവ് പറഞ്ഞു. വിദേശത്ത് പോകുവാനുള്ള അവസരം എപ്പോഴും ആഗ്രഹിച്ചിരിക്കുന്ന യുവതികളും യുവാക്കളും ഒട്ടനവധിയുണ്ട്. അത് നല്ല നമ്മുടെ പ്രദേശങ്ങളിൽ വിദേശത്ത് പോയി നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും നമ്മുടെ മനസ്സിലെ ഒരു സ്വപ്നമായിരിക്കും. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ വിദേശത്ത് നല്ല ശമ്പളത്തോടുകൂടി ജോലി ചെയ്യുന്നതും നല്ല രീതിയിൽ സമ്പാദിച്ച് നല്ല ഒരു നിലയിൽ ജീവിക്കുന്ന ഒരു സ്വപ്നം കണ്ട് നടക്കുന്നവരാണ് നമ്മുടെ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ കൂടുതൽ പേര്. അതുകൊണ്ട് തന്നെ ആര് ഇതുമായി നമ്മളെ സമീപിക്കുമ്പോഴും നമ്മളോട് ഒരുപാട് പ്രതീക്ഷകൾ തരുന്ന ഒത്തിരി കാര്യങ്ങൾ പറയും. നല്ല ശമ്പളത്തിന്റെ കണക്കുകൾ, അവിടെ എത്തിയാനുള്ള സൗകര്യങ്ങളുടെ കണക്കുകൾ, ഇതൊക്കെ പറയുമെങ്കിലും നമ്മളതൊക്കെ വിശ്വസിച്ച് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും എവിടെ നിന്നെങ്കിലും കടമായാലും ലോണായാലും എങ്ങനെയെങ്കിലും ഒക്കെ മറിച്ചും തിരിച്ചും ഒക്കെ നമ്മൾ ഈ പണം കൊണ്ടുവന്ന് എത്ര രൂപ പറഞ്ഞാലും കൊടുക്കുകയും പോവുകയും ചെയ്യും. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കപ്പെടുന്നത് ഇതിൽ നമുക്ക് കബളിക്കപ്പെട്ടു എന്നുള്ളത്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ട ആൾക്കാർ ധാരാളമുണ്ട്. പരിപാടിയുടെ മുഖ്യ സംഘാടകനും പ്രവാസി മണ്ഡലം പ്രസിഡന്റുമായ ബി ലാലുമോൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വിദേശത്ത് തൊഴിൽ തേടുന്ന ഉദ്യോഗാർത്ഥികൾ പലതരത്തിലുള്ള തട്ടിപ്പിനും ചൂഷണത്തിനും വിധേയമാകുന്ന സാഹചര്യത്തിലാണ് ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വടകോട് മോനച്ചൻ, നെടുവന്നൂർ സുനിൽ, CS സജീവ് ചന്ദ്രൻ, പിടവൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് O പൊന്നച്ചൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസിന് നോർക്ക പ്രതിനിധി മുഹമ്മദ് കക്കാട് നേതൃത്വം നൽകി. അറബി അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവർക്ക് പോലും ഇന്ന് സുപരിചിതമായ ഒരു പദമാണ് കേരളത്തിൽ നിത്താക്കാത്ത് അല്ലെ? എന്തുകൊണ്ട് നിത്താക്കാത്ത് ഇങ്ങനെ സുപരിചിതമായി മാറി എന്ന് ചോദിച്ചാൽ അതുകൊണ്ടുണ്ടായിട്ടുള്ള ആ നിത്താക്കാത്ത് എന്നുള്ള പ്രശ്നം കൊണ്ടുണ്ടായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അത് ഇവിടെ ഏത് കൊല്ലം ജില്ലയിലെ കൊല്ലത്തിന്റെ ഒരു ഗ്രാമപ്രദേശമായിട്ടുള്ള നിങ്ങളുടെ ഈ പഞ്ചായത്ത് പഞ്ചായത്ത് അതെ ഈ പഞ്ചായത്തിൽ പോലും ഇവിടെയുള്ള ഏതൊരു ഗ്രാമീണ തരത്തിലുള്ള ഒരു വീടുകളിൽ പോലും അതിന്റെ ആന്തോളനങ്ങൾ, അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. വിസ തൊഴിലുടമ്പടി, എമിഗ്രേഷൻ, കസ്റ്റംസ്, യാത്രാ നിബന്ധനകൾ, വിദേശ രാജ്യങ്ങളിലെ തൊഴിൽ നിയമങ്ങൾ, സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകൾ എന്നിവയിൽ അറിവ് പകരുന്നതായിരുന്നു പരിശീലന ക്ലാസ്. ക്ലാസിൽ പങ്കെടുത്തവർക്ക് ലഘുലേഖകളും അംഗീകൃത സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏരൂരിൽ മോഷണ ശ്രമത്തിനിടെ 5-അംഗ കവർച്ചാ സംഘം അറസ്റ്റിൽ. പിടിയിലായ കവർച്ചാ സംഘത്തലവനെ കടക്കലിലെ മോഷണം നടത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. പത്തനാപുരം പട്ടണത്തിലെ ഭക്ഷണശാലകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഭൂരിഭാഗം സ്ഥാപനങ്ങളും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പരിശോധക സംഘം. മാനേജ്മെന്റിന്റെ ദ്രോഹ നടപടികളിൽ പ്രതിഷേധം. KCB വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ പുനലൂർ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി.
ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ബെസ്റ്റ് ക്വാളിറ്റി ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. വിജയകൃഷ്ണ ജുവലേഴ്സ്, BIS 916 സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. പ്രസിഡൻസി കോളേജ് പുനലൂരിൽ കൊമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി. പവിത്രം ജുവലേഴ്സ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം. ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ് പുനലൂർ. അൽ അമീൻ ജുവലേഴ്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. ഇമ്പോർട്ടഡ് സ്റ്റെർലിംഗ് വെള്ളി ആഭരണങ്ങൾ ഞങ്ങളുടെ മാത്രം പ്രത്യേകത. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, ആസ് പ്യുവർ ആസ് യുവർ ലവ്. കടവിൽ ബാബു ആൻഡ് കമ്പനി. PSN ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കേരള, തമിഴ്നാടു. ഫാത്തിം ബിരിയാണി സ്റ്റോർ, കാറ്റേഴ്സ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് പുനലൂർ. ചാപ്റ്റർ കോളേജ് പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ പുനലൂർ. പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. കോളേജ് ഓഫ് കൊമേഴ്സ് പുനലൂർ.